2022 നടന്നിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളും നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തേതുമാണ് ശരിയായത്. സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം. ഉത്തരം എ. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ടി പ്രകാശം. താഴെ നൽകിയിരിക്കുന്നവരിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? ഇതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും നാലാമത്തേതുമാണ് ശരിയായത്. അതായത് ഉത്തരം ബി ആണ്. NV ജോസഫ്, C കേശവൻ, TM വർഗീസ്. താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തേതും മൂന്നാമത്തേതും. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. പുലയർ എന്ന കവിത എഴുതി. അടുത്ത ചോദ്യം, ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ സുരേന്ദ്രനാഥ ബാനർജി. അടുത്ത ചോദ്യം, ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഉത്തരം ഓപ്ഷൻ ബി ശ്രീലങ്ക. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന എന്നിവ. ആൻഡമാൻ ദ്വീപസമൂഹത്തെയും നിക്കോബാർ ദ്വീപസമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. ഉത്തരം ഓപ്ഷൻ ബി 10 ഡിഗ്രി ചാനൽ. എട്ടാമത്തെ ക്വസ്റ്റ്യന് ആൻസർ ഇല്ല, ക്യാൻസൽ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, 2011 സെൻസെക്സ് പ്രകാരം ജനസാന്ദ്രതയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം. അത് ബീഹാറാണ്. ഓപ്ഷൻ ബി ബീഹാർ. പത്താമത്തെ ചോദ്യത്തിനും ആൻസർ ഇല്ല. 11ാമത്തെ ചോദ്യം, ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം? ബസാൾട്ട്. ഓപ്ഷൻ സി ബസാൾട്ട് ആണ് ഇവിടെ തന്നിട്ടുള്ളതിൽ ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ഇവിടെ യോജിക്കാത്തത് ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിങ് എന്നതാണ്. ഓപ്ഷൻ ബി ആണ് യോജിക്കാത്തത്. ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം ഫിലിപ്പീൻസിലാണ്. മദലുയോങ് ആണ് ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം ഫിലിപ്പീൻസിലാണ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. ലോക വ്യാപാര സംഘടന ഗാട്ടിൻ്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു. ഈ 3 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ തന്നിട്ടുള്ളതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹലനോബിസ് ആണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950 ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടത്തിൻ്റെ കാലയളവ് ഏത്?
ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ കാലയളവ് 1970കളുടെ മധ്യം മുതൽ 1980കളുടെ മധ്യം വരെയാണ്. 1970കളുടെ മധ്യം മുതൽ 1980കളുടെ മധ്യം വരെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ കാലഘട്ടം. അടുത്ത ചോദ്യം, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ്. 2021 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചിക. അതുപോലെ തന്നെ പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചിക. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേര് ജെറിമാൻഡറിംഗ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം 330 മുതൽ 342 വരെയുള്ള അനുച്ഛേദം. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് ആരാണ്? ഉത്തരം അതിർത്തി നിർണയ കമ്മീഷൻ. ഓപ്ഷൻ എ അതിർത്തി നിർണയ കമ്മീഷൻ. അടുത്ത ചോദ്യം, തദ്ദേശീയ ഗവൺമെൻറ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റിയാണ്. ഭരണഘടനാപരമായ അംഗീകാരം തദ്ദേശീയ ഗവൺമെൻറ്റിന് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റിയാണ്. ഒരുപാട് തവണ PK തുങ്കൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെ മൗലികാവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് നിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. ലോക്സഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. ഇപ്പോഴും ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനി. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട്. ഉത്തരം ഓപ്ഷൻ സി ക്വോ വാറന്റോ. ക്വോ വാറന്റോ ആണ് ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട്. അടുത്ത ചോദ്യം, 44ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം നീലം സഞ്ജീവ റെഡ്ഡി. അടുത്ത ചോദ്യം, കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ എ 2008 ഓഗസ്റ്റ് 11. അടുത്ത ചോദ്യം, കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി? ഉത്തരം ഓപ്ഷൻ സി സുകൃതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം? ഉത്തരം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിള്? ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം 323A. അടുത്ത ക്വസ്റ്റ്യൻ, ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായുവിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉത്തരം രണ്ടാമത്തെയും മൂന്നാമത്തേതുമാണ് ശരിയായവ. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500 മുതൽ 3000 മില്ലി വരെയാണ്. നിശ്വാസ സംഭരണ വ്യാപ്തം 1000 മുതൽ 1100 മില്ലി വരെയാണ്. ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിലെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക. ഇതിൽ ആദ്യത്തെ ഘട്ടം ഉത്തരം ഓപ്ഷൻ സി ആണ്. ആദ്യത്തെ ഘട്ടം സസ്യപ്ലവക ഘട്ടം, പിന്നീട് മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, പിന്നീട് മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം, അതിനുശേഷം പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, അതിനുശേഷം കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഇതിൽ ഒന്നാമത്തേതും ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് ശരിയായ പ്രസ്താവനകൾ. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ.
അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ് 2ഉം 4ഉം. ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു. അതുപോലെ തന്നെ ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിലുള്ള പദ്ധതികളാണ്. ഇതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും നാലാമത്തേതും. നയനാമൃതം, പാദസ്പർശം, SIRAS, ഈ 3 അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ വരുന്നവയാണ്. ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ? ഉത്തരം ഓപ്ഷൻ ബി സൈക്കോവ്-D ആണ്. അടുത്ത ചോദ്യം, തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ചോദ്യം, ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏതു നിയമമാണ്? ഉത്തരം ഓപ്ഷൻ സി പാസ്കൽ നിയമം. അടുത്ത ചോദ്യം, പ്രൊജക്ടൈൽ മോഷൻ ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി എയും ബിയും സിയും ശരിയാണ്. അതായത് ജാവലിൻ്റെ സഞ്ചാരം, മിസൈലിൻ്റെ സഞ്ചാരം, റോക്കറ്റിൻ്റെ സഞ്ചാരം എന്നിവ പ്രൊജക്ടൈൽ മോഷൻ ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി DLV-TB. അടുത്ത ചോദ്യം, 42ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമേത്? ഉത്തരം ഓപ്ഷൻ സി മണ്ണ്. ഇവിടെ തന്നിട്ടുള്ളതിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം മണ്ണാണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഉത്തരം ബോയിൽ നിയമം. അടുത്ത ചോദ്യം, കാർബണിൻ്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏത്? ഗ്രാഫൈറ്റ്. ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നോബൽ സമ്മാനം നൽകിയത്? ഉത്തരം ഓപ്ഷൻ ഡി അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ്. 46ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്തുമേനോൻ്റെ നോവലുകളേവ? ഇതിലെ ഇന്ദുലേഖയും ശാരദയുമാണ് ചന്തുമേനോൻ്റെ നോവലുകൾ. അതായത് ഉത്തരം ഡി. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. ഇതിൽ അനുയോജ്യമായവ ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ്. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അടുത്ത ചോദ്യം, തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമാണ്? ഉത്തരം ഓപ്ഷൻ ബി PV സിന്ധു. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവാര്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്ത ചോദ്യം, 2020 JC ഡാനിയേൽ പുരസ്കാരം നേടിയ കലാകാരനാര്? ഉത്തരം P ജയചന്ദ്രൻ. ഇത് മാത്സിലെ ചോദ്യങ്ങളാണ്, വായിക്കുന്നില്ല, ഉത്തരം മാത്രം പറഞ്ഞു പോകാം. 51ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 56 ഓപ്ഷൻ ബി. 57 ഓപ്ഷൻ ഡി. 58 ഓപ്ഷൻ സി. 59 ഓപ്ഷൻ എ. 60 ഓപ്ഷൻ എ. ഇനി 61ാമത്തെ ചോദ്യം നോക്കാം. ഇംഗ്ലീഷ്
മായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സെലക്ട് ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് പ്ലെയിൻറ്റീവ്. പ്ലെയിൻറ്റീവ് എന്നുള്ളതിൻ്റെ ആൻറ്റോണിം ഡിലൈറ്റഡ് എന്നതാണ്. പിക്ക് ദ സിനോണിം ഓഫ് ഡിലിജൻസ് ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. ഡിലിജൻസ് എന്നതിൻ്റെ സിനോണിം ഓപ്ഷൻ സി ആണ് അസിഡ്യൂറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് പോർഷൻ ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. ഐ വിൽ ഡൈ ബിഫോർ ഐ yield. ബിഫോർ ഐ yield എന്നത് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് എന്നതാണ് ചോദ്യം. ആഡ്വേർബ് ക്ലോസ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, സ്പോട്ട് ദ എറർ ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. ഇവിടെ തന്നിട്ടുള്ളതിൽ സെൻറ്റൻസിലെ എറർ എന്താണെന്നാണ്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, പിക്ക് ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ ഫ്രം ദ ഓപ്ഷൻ. റാം സെയ്ഡ് ടു ഹിസ് ബ്രദർ വേർ ആർ യു ഗോയിങ്. ഇതിനെ ഇൻഡയറക്റ്റ് സെൻറ്റൻസിലേക്ക് മാറ്റിയാൽ ഉത്തരം ഓപ്ഷൻ എ ആണ്. റാം ആസ്ക്ഡ് ഹിസ് ബ്രദർ വേർ ഹി വാസ് ഗോയിങ്. അടുത്ത ചോദ്യം, പിക്ക് ദ പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ ഫ്രം ദ ഓപ്ഷൻസ്. ദേ വേർ ബീറ്റിംഗ് ദ ബോയ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ദ ബോയ് വാസ് ബീയിങ് ബീറ്റൺ ബൈ ദം. അടുത്ത ചോദ്യം, പിക്ക് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്നതിൻ്റെ പ്ലൂറൽ ഫോം ഇൻഡെക്സസ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്തത്, ലെറ്റ്സ് മീറ്റ് ഡാഷ് ദ തിയേറ്റർ. ആൻസർ ഓപ്ഷൻ എ ആണ്. ലെറ്റ്സ് മീറ്റ് അറ്റ് ദ തിയേറ്റർ. 69ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. 70ാമത്തെ ക്വസ്റ്റ്യൻ, ഹിസ് ഫേസ് വാസ് ഡാഷ് ആഫ്റ്റർ ദ സ്ട്രീറ്റ് ഫൈറ്റ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഹിസ് ഫേസ് വാസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആഫ്റ്റർ ദ സ്ട്രീറ്റ് ഫൈറ്റ്. അടുത്തത് മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപം താഴെ കൊടുക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ശരിയായ രൂപം ഇരുട്ടത്ത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ്. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായ പദം സ്വച്ഛന്തം എന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, രക്തത്തിൻ്റെ പര്യായമല്ലാത്ത വാക്കുകളാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പിണം, ബധിരം. അടുത്തത്, ഊട്ടിന് മുമ്പും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി, കാര്യം നോക്കി പെരുമാറുക. അടുത്ത ചോദ്യം, തുലാം പ്ലസ് ഇൻ്റെ ചേർത്തെഴുതിയാൽ. ആൻസർ ഓപ്ഷൻ സി ആണ്, തുലാത്തിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ, അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം. ഉത്തരം ഓപ്ഷൻ ഡി, അപരാധക. അടുത്ത ക്വസ്റ്റ്യൻ, പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക. ഇവിടെ തന്നിട്ടുള്ളതിൽ പൂജക ബഹുവചന രൂപം ഓപ്ഷൻ സി ആണ്, വൈദ്യർ. അടുത്ത ചോദ്യം, മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ. ഉത്തരം മര പ്ലസ് കൊമ്പാണ്, മരക്കൊമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരത്ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ. ശരത്ചന്ദ്രൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം. പാരതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിൻ്റെ വിപരീതം പാരതന്ത്ര്യം. ഓപ്ഷൻ ഡി ആണ്. ഇനി ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 20 ക്വസ്റ്റ്യൻസ് നോക്കാം. അബ്കാരി നിയമത്തിലെ ഏതു വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി 55 ഡി. അടുത്ത ചോദ്യം, അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി 23 വയസ്സ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ ദുഃഖവെള്ളി. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിൽ ഉള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? ഉത്തരം എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ മുതൽ മുകളിലേക്ക്.
അടുത്ത ചോദ്യം NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ഉത്തരം 31A. ഓപ്ഷൻ ഡി ആണ്. NDPS നിയമത്തിലെ 31A വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്. അടുത്ത ചോദ്യം 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി 20B 2B. അടുത്ത ചോദ്യം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് ന്യൂട്രൽ സ്പിരിറ്റ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് ന്യൂട്രൽ സ്പിരിറ്റ് എന്നാണ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ക്രൂഡ് പിരിഡിൻ. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മോളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം? ഉത്തരം നീല. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയായത് ഏത്? ഉത്തരം സി ആണ്. FL4A ക്ലബ് ലൈസൻസ്, FL6 സ്പെഷ്യൽ ലൈസൻസ്, FL9 വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ്, FL11 ബിയർ ഓർ വൈൻ പാർലർ ലൈസൻസ്. അടുത്ത ചോദ്യം കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്റർ ആണ്. സ്കൂളിൽ നിന്നും 200 മീറ്റർ അകലെ ആയിരിക്കണം വിദേശ മദ്യ വിൽപ്പനശാലകൾ. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ വിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏത്? നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിന് വേണമെങ്കിൽ മദ്യം വിൽക്കാമെന്നാണ് പറയുന്നത്. ഒക്ടോബർ 2 ജനുവരി 30 ജൂൺ 26 മദ്യവിൽപ്പന പാടില്ല. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ സി 4. കോട്ട്പ ആക്ടിലെ 4-ാം വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത്. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ 200 രൂപയാണ്. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? 85% സ്ഥലത്ത്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് അല്ലെങ്കിൽ ആർട്ടിക്കിളിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ 47. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ? വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ഉത്തരം ഓപ്ഷൻ എ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? എല്ലാ എക്സൈസ് ഓഫീസറുടെ എക്സാമിനും ചോദിക്കുന്ന ചോദ്യമാണ്. കേരളത്തിലെ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് 23 വയസ്സ് മുതലാണ്. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ഉത്തരം ജീവപര്യന്തം തടവ്. അവസാന ചോദ്യം IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്? 4 വർഷം, 6 വർഷം, 5 വർഷം. ഇതൊന്നും അല്ല.